ശ്രീനാരായണീയൻ്റെ കഥ തുടർച്ച. കൊച്ചിയെന്നച്ചിതൻ നാമം പ്രസിദ്ധം, കൊച്ചി കണ്ടാലച്ചി വേണ്ടെന്നു ലോകം. ആഴിയ മച്ചിക്കു മക്കളുണ്ടേറെ, വൈപ്പങ്കരെ എന്നു മൂത്തവൾ നാമം. കായലു താണ്ടിക്കടന്നങ്ങു ചെന്നാൽ കാണാം ഹരിതാപൂട്ട പ്രദേശം. 12 കിലോമീറ്റർ നീണ്ട പച്ചപൂതച്ച മേലിഞ്ഞ പ്രദേശം. നീണ്ടുമേലിഞ്ഞ ശരീരമാണ് അവൾക്കെന്നും 17 പ്രായമത്രേ. പൂർവ്വതീരം നീണ്ട കായലാണ്, പൂർവ്വതരത്തിൽ സമുദ്രമാണ്. തെക്കും വടക്കും അഴിമുഖങ്ങൾ, തെക്കോട്ടു നീണ്ടങ്ങ് കായലുണ്ട്. പേരും പെരുമയുമേറെയുണ്ട്. മധ്യദുരന്തം നടന്നതിനാൽ മധ്യദുരന്തം നടന്ന തൊട്ട് സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. അതിൻ്റെ പരിണിത ഫലം ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, കരച്ചിലും ബഹളവുമായിട്ട്. പണ്ടേ പെരുമകളുള്ള ദേശം, സോദരനയ്യപ്പൻ ജന്മദേശം. സോദരനയ്യപ്പൻ്റെ പേരിൽ വൈപ്പിങ്കർ വളരെ പ്രസിദ്ധമാണ്. ഗുരുപാദമേറെ പതിഞ്ഞ ദേശം, ഗുരുവാണിയേറെ പടർന്ന ദേശം. ശ്രീനാരായണ ഗുരുവിൻ്റെ പാദം പതിഞ്ഞ ദേശമാണ്. അദ്ദേഹം പ്രതിഷ്ഠിച്ച പല ക്ഷേത്രങ്ങളും അവിടെ ഉണ്ട്. ചെറായി ഗൗരീശ്വരൻ ക്ഷേത്രം തന്നെ അദ്ദേഹം പ്രതിഷ്ഠിച്ചാണ്. പാദം പതിഞ്ഞൊരു ഗേഹമുണ്ട്, സോദരനയ്യപ്പൻ ജന്മഗേഹം. നാലുപാടും ജലജാലം തന്നെ, തോണിയില്ലെങ്കിൽ തുണയുമില്ല. ചുറ്റും ജലഘോഷമാണെന്നാലും തെല്ലും കൂടി പതിന്നില്ല മാത്രം. കൊഞ്ചം കാണുമ്പം സുലഭമാണ്, നെഞ്ചിലാമോദവുമേറെയുണ്ട്. ഏറെ നിബിഡമി ദ്വീപുദേശം, തെങ്ങോല കൊണ്ടു പൊതിഞ്ഞ ദേശം. ഇതാണ് വൈപ്പിങ്കരയുടെ ഒരു വർണ്ണന. കുടിക്കണമെങ്കിൽ പൈപ്പ് വെള്ളം വേണം, ഉപ്പ് ജലമാണ് മുഴുവൻ. ഈ അവസരത്തിൽ ഇങ്ങനെയുള്ള വൈപ്പിങ്കരയിൽ ചെന്ന് ഞാൻ ഈ ശ്രീനാരായണീയനെ, ശ്രീ പവിത്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഫിഷറീസ് ഓഫീസർ, അദ്ദേഹത്തെ സമീപിക്കുന്നു. അദ്ദേഹത്തെ കണ്ടു ഞാൻ 84 ഒരുവനെ ഭാഷണവേദിയിൽ കൊണ്ടുപോകാൻ. അഷ്ടമി രോഹിണി നാളിലങ്ങോതുവാൻ 4-5 വാക്കുകൾ ഗോകുലത്തിൽ. ഇഷ്ടം പറഞ്ഞൊരു 100 കാശെങ്കിലും പുഷ്ടിയാക്കേണമെൻ വാണി കേൾക്കാൻ. കഷ്ടിയാണെൻ വശങ്കാശെന്നുരച്ചു ഞാൻ, കഷ്ടകാലം എൻ്റെ കീശതൻ്റെ. വിത്തം കൊടുത്തു വണങ്ങുകില്ലാരെയും ഗോകുലപാലകൻ പേരിലൊട്ടും. എത്ര വിചിത്ര വിമാനവന്മാനങ്ങൾ, ചോദ്യം തൊടുത്തു ഞാൻ ശങ്ക വിട്ട്. തത്വങ്ങളേറെ വിളമ്പുന്ന താങ്കൾക്കു നാവു പിഴയ്ക്കുന്നതെന്തുകൊണ്ട്? ഈ ഒരു കാരണമല്ല, അങ്ങേരുടെ സംഭാഷണത്തിലെ പല സന്ദർഭങ്ങളും ഇങ്ങനൊരു ചോദ്യം എനിക്ക് ചോദിക്കാൻ കാരണമായി. അതൊക്കെ പറയുന്നത് അത് ശരിയല്ല എന്നുകൊണ്ട് ആണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ വിടുകയാണ്. വാക്കും പ്രവൃത്തിയുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് ബഹുമാനമായിരുന്നു, കാരണം ഭയങ്കര ജ്ഞാനിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഞാൻ ചോദിച്ചു, ചോദ്യം തൊടുത്തു ഞാൻ ശങ്ക വിട്ട്. തത്വങ്ങളേറെ വിളമ്പുന്ന താങ്കൾക്കു നാവു പിഴയ്ക്കുന്നതെന്തോ മൂലം. എത്ര വിചിത്രമീ മാനവന്മാനങ്ങൾ, എത്ര വിചിത്രവിമാനവന്മാനങ്ങൾ. വീണ്ടും തൊടുത്തു ഞാൻ ചോദ്യമപ്പോൾ. വാക്കും ബാബുസും വഴി വിരിഞ്ഞിടുകിൽ, വായ്ത്താരി മാത്രമായി വാണി മാറും. സന്തതചാരിയാൻ ചിന്തതൻ തേരതിൽ, സാന്ത്വനം തേടി അലഞ്ഞൊട്ടു നേരം. ഈ ചോദ്യം കൊണ്ട് അദ്ദേഹം പകച്ചുപോയി. അദ്ദേഹം അല്പസമയം അങ്ങ് ശാന്തനായിട്ടിരുന്നിട്ട് വീണ്ടും പറഞ്ഞു തുടങ്ങി. സന്ധിക്കുതെല്ലും വഴങ്ങാതെ തന്നെ, സംഗീത സാന്ദ്രം മൊഴിഞ്ഞാതിതേയൻ. സന്ധിക്കുതെല്ലും വഴങ്ങാതെ തന്നെ, സംഗീത സാന്ദ്രം മൊഴിഞ്ഞാതിതേയൻ. തുള്ളിത്തുളുമ്പി വന്നാങ്കലവാണി, തുള്ളിത്തുളുമ്പി വന്നാങ്കലവാണി.
പേരുള്ള കവിതൻ്റെ ചേലൊത്ത ശീലെ സാരസംഗീതമായി തുടികൊട്ടിയാടി പൊട്ടിച്ചിരിച്ചുനും വാണി കേട്ടപ്പോൾ പൊട്ടിച്ചിരിച്ചു ഞാൻ വാണി കേട്ടപ്പോൾ. ഞാനൊരു സൈൻ ബോർഡാണ്, മാൽക്കവലയിലെ ഒരു വഴികാട്ടി പലകയാണ്. ആ വഴികളിൽ കൂടി ഒന്നും സഞ്ചരിക്കാറില്ല. അതുപോലെ ഞാനും ഈ ആദർശങ്ങളൊന്നും പിന്തുടരുന്ന ആളല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരിക്കുവാനാണ് തോന്നിയത്. സാരസംഗീതത്തിനൊപ്പം ഒഴിഞ്ഞു കൊട്ടക്കണക്കെനിക്ക് ഉപദേശവാണി. വേറെ ആരെങ്കിലും അപ്പോഴേ ഇറക്കി വിടുക തന്നെ, അതാ ചോദ്യം. അദ്ദേഹം കുറേ ഉപദേശങ്ങൾ എനിക്ക് തന്നു. അദ്ദേഹം പറഞ്ഞ ആ വഴികാട്ടിയുടെ സാരാംശം ഞാൻ കുറച്ച് വിവരിച്ച് എഴുതിയിട്ടുണ്ട്, കവിതയാക്കി എഴുതിയിട്ടുണ്ട്. ആ കവിത കൂടെ കേൾക്കാം. ആ കവിത പ്രത്യേക ഒരു വീഡിയോയിലുണ്ട്, എന്നാലും കേൾക്കാം. നാൽക്കവല തന്നിലെ ചുണ്ടുവിരലാണു ഞാൻ, സഞ്ചാരികൾക്കു ഞാൻ വഴികാട്ടിയാണ്. സല്ലപിച്ചേടുന്ന വഴിപോക്കരോടെ മൗനമീ ഭാഷതൻ വർണ്ണങ്ങളാലേ. പോയതില്ല വഴി ഒരിക്കലെന്നാകിലും വാചാലമായി ഞാൻ വഴി ചൊല്ലി നിന്നിടും. തെല്ലും പിഴയ്ക്കുകയില്ലെൻ്റെ വരമൊഴികൾ, വലായ്മയാർക്കും വരില്ലെൻ്റെ വരമൊഴികൾ. എത്ര ദൂരം കടന്നാലെന്തു കാണാമതും, എത്ര കാതം നടന്നാൽ അന്ത്യമാമെന്നതും ചൊല്ലിക്കൊടുക്കുന്നതുണ്ടു ഞാൻ ആർക്കുമേ. എല്ലാം അറിഞ്ഞു ഞാൻ വഴി പോലെ ചൊല്ലിടും. ഈ വഴി എവിടെ അവസാനിക്കും, എത്ര ദൂരം കടന്നാൽ എവിടെ എത്തും എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വഴികാട്ടിപ്പലകയിൽ. അതാണ് വഴികാട്ടിക്കൊല്ല പറയുന്നത്. തേടിയലേണ്ടതില്ലെന്നെ ആരുമേ, സഞ്ചരിക്കില്ല ഞാൻ തെല്ലുകാതങ്ങളും. തെല്ലുമാത്തരയിൽ പോയതില്ലെങ്കിലും തഞ്ചമായി തന്നെ പറഞ്ഞിടും പാതകൾ. കള്ളം പറയുവാനാവില്ലതെല്ലുമേ, കള്ളനോടും തെല്ലു സല്ലപിച്ചിടുമേ. കള്ളന് പോലും വഴി പറഞ്ഞു കൊടുക്കുമല്ലോ വഴികാട്ടിക്കൊള്ളാൻ പറയുക. കൊള്ളയ്ക്ക് വന്നവരോടും ഒഴിഞ്ഞിടും, പള്ളു പറയുവാനാവില്ല ആരെയും. സത്യമല്ലാതൊന്നുമില്ലെൻ്റെ നാപതിൽ, സൗമ്യമായ ആരെയും കാത്തു ഞാൻ നിന്നിടും. പണ്ഡിതൻ പാമരൻ പ്രജകൾ പ്രജാപതി, വേദപാപം എനിക്കാരോടുമില്ല കേൾ. എല്ലാവർക്കും വഴി പറഞ്ഞോളൂ. ദ്വേഷങ്ങളില്ലെൻ്റെ ഹൃത്തിലാരോടുമേ, വാശി വൈരാഗ്യങ്ങളൊട്ടുമേ ഇല്ല കേൾ. ശാന്തനായി നിന്നളും ശാന്തി മന്ത്രങ്ങളാൽ ശോഭനം ഭാവിയെ നേർന്നുകൊണ്ടെപ്പോഴും. ഇതാണ് ആ കവിത. അദ്ദേഹത്തിൻ്റെ ആദർശ പുരുഷനാണ് ഈ വഴികാട്ടിപ്പലക. എൻ്റെ ആത്മകഥ. മായൻ്റെ മൂടുവൻ വാചാലനായി മഗ്നിതൻ വേദങ്ങൾ വഴിവിട്ടതായി ദർശനമോതിടും വ്യാഖ്യാനപൂർവം ഹൃദയത്തിലില്ല ഈ ദർശനം ലേശവും എൻ്റെ വിചാരമാണ്. എങ്കിലും വന്നയാൾ ഭാഷണം നൽകി പ്രത്യേകം എന്നോടൊരിഷ്ടം നിമിത്തം കടികാരനാഥൻ കണക്കെ മുഴങ്ങി വാഗ്മിതൻ കവിത ചിലമ്പൊലിത്തെന്നൽ. ദില്ലിയിൽ വന്നു ഞാൻ കാലങ്ങൾ നീക്കി മായാതി നിന്നിൽ ആ ശബ്ദബീജി. ദില്ലിയിൽ വന്നു 89, ദില്ലിയിൽ വന്നു 2024 ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വം. കാത്തിരുന്ന ആദിത്യ തിരുനാളമെണ്ണി വർഷങ്ങൾ 20 കഴിഞ്ഞോ കൊഴിഞ്ഞങ്ങ് വീണു. വർഷങ്ങൾ 20 കൊഴിഞ്ഞങ്ങ് വീണു. 2000 താണ്ടി 4 തികഞ്ഞു. ഒരു ദിനം കാണുവാൻ ചെന്നെത്തി വീണ്ടും പരിചിതനെന്ന പോൽ പടികൾ കടന്നു. ഓർമ്മകൾ ഉരച്ചു ഞാൻ തീ ജ്വലിപ്പിച്ചു. അവ എന്നെ കണ്ട മാത്രയിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥമാണ്. വല്ലായ്മ വന്ന് വലം വച്ചു നിന്നു ആത്മകഥങ്ങൾ വിടന്നങ്കുചത്തിൽ. കൊള്ളുന്ന വാക്കുകൾ തള്ളുന്നൊരുത്തൻ മൊന്നെൻ്റെ മുൻപിൽ ഇരിക്കുന്നുവല്ലോ. എന്നെക്കുറിച്ച് അദ്ദേഹം ഓർക്കുകയാണ്. കൊള്ളുന്ന വാക്കുകൾ തള്ളുന്നൊരുത്തൻ വന്നെൻ്റെ മുമ്പിൽ ഇരിക്കുന്നുവല്ലോ. ഒരുപക്ഷേ ഈ രോഹിണിയെ സംബന്ധിച്ച് ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ആൾക്കാർ എന്നെക്കുറിച്ച് കണക്കാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളുന്ന വാക്കുകൾ തള്ളുന്നൊരുത്തൻ വന്നെൻ്റെ മുമ്പിൽ ഇരിക്കുന്നുവല്ലോ.
വർഷങ്ങളേറെ കഴിഞ്ഞൊരു നാളിൽ ഈ വരവിൻ്റെ കാരണം എന്തായിരിക്കാം? അദ്ദേഹം ഓർക്കുകയാണ്. വർഷങ്ങളേറെ കഴിഞ്ഞൊരു നാളിൽ ഈ വരവിൻ്റെ കാരണം എന്തായിരിക്കാം? വഴിതെറ്റി വന്നതല്ലെന്നു ഞാൻ ചൊല്ലി തിരുവാണി വീണ്ടും അങ്ങോർമ്മപ്പെടുത്തി. പണ്ട് പറഞ്ഞ സൈൻ ബോർഡ്, ഞാനൊരു സൈൻ ബോർഡാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഞാൻ ഓർമ്മപ്പെടുത്തി. വഴിതെറ്റി വന്നതല്ലെന്നു ഞാൻ ചൊല്ലി തിരുവാണി വീണ്ടും അങ്ങോർമ്മപ്പെടുത്തി. വാചാല മൗനം കൊഴിഞ്ഞങ്ങു വീണു, കൂട്ടിക്കിഴിച്ചുകൊണ്ടോർമ്മകളെ മെല്ലെ വരമൊഴിയിലാക്കി തരത്തിനു തന്നു. ഇവിടെ ഇത് സമാപിക്കുന്നു രണ്ടാം ഭാഗം. മൂന്നാം ഭാഗത്തിൽ ആതിഥേയൻ്റെ ആത്മകഥ തൊട്ട് വീണ്ടും തുടങ്ങാം.